കാനില് 2026 നമ്മുടെ അവിടുന്ന് ഒരു ഷോർട്ട് ഫിലിം പോയിട്ടുണ്ട് ഇൻ ദ അവാർഡ് സെക്ഷൻ. ആൻഡ് സച്ചു ആണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത്. സച്ചുവിന്റെ അടുത്ത് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം നമുക്ക്. സച്ചു, വെൽക്കം. താങ്ക് യു. എന്റെ പേര് സച്ചു മാത്തിക്കുരുള. ഞാൻ കോട്ടയം ചെങ്ങളം കുമരം സ്ഥലത്തുനിന്ന് വരുന്നതാണ്. ഞാന് സ്കൂളിൽ പഠിച്ചത് ഗിരിദ്വീപാണ്, ഗിരിദ്വീപ സ്കൂള്. ഡിഗ്രി മംഗളം കോളേജ് BBA ആണ് പഠിച്ചത്. പിന്നെ MBA കഴിഞ്ഞത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പം അങ്ങനെ 13 വർഷത്തിന് ശേഷം ഒരു സ്വപ്നത്തിന്റെ ചെറിയൊരു ഭാഗത്തിലേക്ക് കടന്നു എന്ന് പറയാം. AICAN അവാർഡ് എന്ന് പറഞ്ഞ് ഒരു അവാർഡിന്റെ ആനിമേഷൻ കാറ്റഗറിയിലാണ് ദ ലൈറ്റ് എന്ന് പറയുന്ന ഞങ്ങളുടെ സിനിമ തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ തന്നെ ബുസാൻ എന്ന് പറയുന്ന ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട്. ബുസാൻ എന്ന് പറയുന്ന ഇറ്റാലിയൻ ഫിലിം ഫെസ്റ്റിവലാണ്. ഇറ്റാലിയൻ ഫിലിം ഫെസ്റ്റിവൽ, ആ ഫെസ്റ്റിവലിന്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ IFFI ഗോവ ഫിലിം ഫെസ്റ്റിവൽ അംഗീകരിച്ച 4 ഫെസ്റ്റിവലിൽ ഒന്നാണ് ബുസാൻ ഫിലിം ഫെസ്റ്റിവൽ. അപ്പം അവിടെ നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ ഏറ്റവും ഒരു ഹാപ്പി ന്യൂസ് ഇതുവഴി റിവീൽ ചെയ്യുവാണ്. കാരണം ഇന്നലെ ദാദാസാഹിബ് ഫാൽക്കെ ഫിലിം ഫെസ്റ്റിവലില് നമുക്ക് ഈ കാറ്റഗറി സ്പെഷ്യൽ മെൻഷൻ അവാർഡ് കിട്ടി. ഫസ്റ്റ് ടൈം റിവീലിംഗ് വരുന്നത് ഇന്നലെയാണ്. 7 മണിക്കാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. അത് ആദ്യമായിട്ടാണ് റിവീലിംഗ് വരുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തതിനകത്ത് എല്ലാത്തിനകത്തും നമുക്കൊരു സെലക്ഷനും കിട്ടി. ആദ്യത്തെ അവാർഡ് കിട്ടി തുടങ്ങി. ഇപ്പൊ ക്യാന്റെ അവാർഡ് വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഇതുവരെ എന്റെ അറിവില് ഇന്ത്യയിൽ നിന്ന് ഒരാൾ പോയിട്ടില്ലെന്ന് തോന്നുന്നു. അത് വേറൊന്നുകൊണ്ടും അല്ല, ഈ ചിലപ്പോൾ നമ്മളെക്കാളും നല്ലതായിട്ട് ചെയ്യുന്ന ആൾക്കാർ കാണും. ഇങ്ങനെ ഫെസ്റ്റിവൽ കണ്ടെത്തി അയക്കുക എന്നുള്ളതൊരു കടമ്പയാണ്. അത് ചെയ്ത് കാണത്തില്ല. അതായിരിക്കും ഇങ്ങനെയുള്ള ഇതിനകത്ത്. ഇത് ഞാൻ ഫെസ്റ്റിവൽ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ്. കാരണം ഞാൻ 2024 ഫിലിം സൊസൈറ്റി മെമ്പർ ആവുന്നത്. കോട്ടയം ഫിലിം സൊസൈറ്റി G അരവിന്ദനും ജോൺ അബ്രഹാമും സ്ഥാപിച്ച ഫിലിം സൊസൈറ്റി. ജയരാജ് സാറാണ്, പ്രദീപ് സാറൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഫിലിം സൊസൈറ്റിയാണ്. അപ്പൊ ആ ഫിലിം ഫെസ്റ്റിവലിൽ പോയി ഞാൻ ഈ കഴിഞ്ഞ തവണത്തെ IFFI പോയായിരുന്നു, IFFK പോയായിരുന്നു. ഇങ്ങനെ വർഷങ്ങളായി ഫിലിം ഫെസ്റ്റിവൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഫിലിം ഫെസ്റ്റിവൽ അയക്കണം എന്നുള്ളൊരു ഇതുണ്ട്. നമ്മുടെ മലയാള സിനിമ അവിടെ എത്തണം. അവിടെ നമുക്കൊരു ഫസ്റ്റ് ആദ്യം ചെല്ലുമ്പോൾ അതിനൊരു പ്രാധാന്യം ഉണ്ടല്ലോ. അതാണ് ഇനിയും ആൾക്കാർ അത് ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരും വരണം. അതുകൊണ്ടാണ് എന്റെ പടം തന്നെ, നമ്മുടെ പടം ക്രൗഡ് ഫണ്ടിൽ കൂടെയാണ് ചെയ്തത്. അത് ജോൺ അബ്രഹാം എന്ന് പറയുന്ന ഡയറക്ടറിന്റെ അമ്മ അറിയാം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതോടേസ കളക്ഷൻ എന്ന് പറഞ്ഞ അത് പലവരെയും കളക്ട് ചെയ്തു. അതുപോലെ തന്നെ ഞാനും കളക്ഷനിലൂടെ ഒരു ജനകീയ സിനിമ ചെയ്യണമെന്നുള്ളൊരു സ്വപ്നമായിരുന്നു. അത് വെച്ചാൽ എല്ലാം യാദർശികമായി സംഭവിച്ചതാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒന്നുമല്ല. കാരണം വെച്ചാൽ ഒന്നും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോലില്ല. സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ നല്ലൊരു ആൾക്കാരുടെ ഇടയിലോട്ട് എത്തി. അത് തുറക്കുന്നതിനെ കാരണം കോട്ടയം ഫിലിം സൊസൈറ്റി നടത്തിയ ഇന്റർനാഷണൽ കോട്ടയം ഫിലിം ഫെസ്റ്റിവലാണ്. അത് ഒത്തിരി പ്രാധാന്യം കിട്ടി. അതിനകത്ത് ഞാൻ ചെയ്ത ഫിലിമാണ് സിഗ്നേച്ചർ ഫിലിമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് ലാണ് ചെയ്തത്. അത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ആനിമേഷന് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ കാശില്ലാത്തതുകൊണ്ട് ചെയ്തതാണ്. അപ്പൊ ചെയ്യാൻ കാരണം അങ്ങനെയാണ്. അങ്ങനെ ചെയ്തു. അത് ചെയ്തേക്കുന്ന വേൾഡിലെ ആദ്യമത്തെ സിഗ്നേച്ചർ ഫിലിമായിരുന്നു. അതിന് അങ്ങനെ IFFIയിലോ IFFKയിലോ അങ്ങനെ ഒരു കാറ്റഗറി ഒരു സിഗ്നേച്ചർ ഫിലിം വന്നിട്ടില്ല. അപ്പൊ നമ്മളത് യാദൃശ്യമായി ചെയ്തതാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ സൊസൈറ്റിയെ സംസാരിച്ചിരുന്നത്. ഞാൻ ഇങ്ങനെ ഒരു കഥയുണ്ട്, പിന്നെ വിനോദ സാറോ അങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന്, നീ ചെയ്തു നോക്കടാ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ 5 പൈസ കയ്യിലില്ലാതെ തുടങ്ങിയതാണ്. 0 ബാലൻസിലാണ് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചത്. അങ്ങനെ എല്ലാവരോടും നിരത്തി ചോദിച്ചു. എല്ലാവരും സഹായിച്ചു. അവർക്ക് കൂടി പറ്റുന്ന രീതി സഹായിച്ചു. അങ്ങനെ ചെയ്തു. 1 ലക്ഷം രൂപ അടുത്ത് ബഡ്ജറ്റ് വന്നു. അങ്ങനെ ആണെങ്കിലും ഒന്നും പൈസ മുടക്കൊണ്ട് ഒത്തിരി വർക്ക് ചെയ്താലേ ഉള്ളൂ നമ്മൾ ആയി വരുത്തും. കാരണം നമ്മുടെ ഇതിനകത്ത് ഒരു ഡയലോഗ് പോലും ഇല്ല. ഫുൾ മ്യൂസിക്കാണ്. 6 മിനിറ്റ് 30 സെക്കൻഡ്. അപ്പം അങ്ങനെ ഒരു ഇത് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകും. അത്രയും നമ്മൾ മ്യൂസിക്കിലും ആനിമേഷൻ ചെയ്യുന്ന അത്രയും അഭിനയിക്കണം. അത് നമ്മൾ ഒത്തിരി വർക്ക് ചെയ്താണ് ഇവരെ കൊണ്ട്. പ്രാവും അങ്ങനെയുള്ളതൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്. പ്രാവ് പിന്നെ പ്രായമുള്ള ആള് ലോൺലിനെസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഇത് വരുമ്പോ അത് ഒത്തിരി നമുക്ക് ചലഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു സുഖമാണ്. ചലഞ്ചസ് ഉള്ളപ്പോഴാണ് ചെയ്യാനൊരു. ഇത് ആക്ച്വലി ഒരു ലൈവ് ആക്ഷൻ ഫിലിം ആയിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സബ്ജക്റ്റ് ആണോ? അതുകൊണ്ടാണോ തിരഞ്ഞെടുത്തത്? അല്ലല്ല, ഇത് ശരിക്കും പത്രത്തിൽ നിന്നൊരു വായിച്ചതിന് കിട്ടിയ ഒരു ഐഡിയ വെച്ചാണ് ബാക്കി ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇത് ശരിക്കും എനിക്കൊരു സിനിമയായിട്ട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ആയിട്ട് ചെയ്യണമെന്ന്. കാരണം
അങ്ങനത്തെ ഒരു കഥയുണ്ടായിരുന്നു. ഒരു പ്രായമുള്ള ഒരാളും ഒരു പ്രായങ്ങളും തമ്മിലുള്ള ഒരു ഇത്, സ്ട്രീറ്റ് ലൈറ്റിനൊക്കെ ഒത്തിരി പ്രാധാന്യമുണ്ട്. അതൊക്കെ ഹിഡൻ ആയിട്ട് അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. റിലീസ് ആയിട്ടില്ല, അത് ഫെസ്റ്റിവൽ റണ്ണിന് പോകുന്നതുകൊണ്ട് അത് റിലീസ് ആയിട്ടില്ല. ചിലപ്പോൾ റിലീസ് 6 മാസം കഴിഞ്ഞേ കാണുള്ളൂ. ഫെസ്റ്റിവൽ റണ്ണ് യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇതെല്ലാം യാദൃശ്ചികമായി സംഭവിച്ചു, ഒന്നും പ്ലാൻ ചെയ്തതല്ല. ചെയ്യാൻ എന്തെങ്കിലും ചെയ്തതാണ്. ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു, സത്യം പറഞ്ഞാൽ കാറ്റഗറി ഫെസ്റ്റിവലിൽ അയക്കാൻ വേണ്ടിയല്ല ചെയ്തത്, ആനിമേഷൻ കാറ്റഗറിക്ക് അയക്കാൻ വേണ്ടി ചെയ്തത്. അപ്പോഴാണ് ഫിലിം ഫ്രെയിമിൽ നോക്കുമ്പോൾ കാറ്റഗറി കിടപ്പുണ്ട് ഒത്തിരി. അപ്പൊ കാറ്റഗറിക്ക് അയച്ചേക്കാന്ന് വെച്ചു. അങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പൊ ഇതിന്റെ കോസ്റ്റ് 1 lakh പറഞ്ഞത് മ്യൂസിക്കും AI സബ്സ്ക്രിപ്ഷൻസും അങ്ങനെയുള്ള ചെലവുകളാണോ? സമയം പിന്നെ ഇത് അതന്നെ, ഫെസ്റ്റിവലിൽ അയക്കുന്നതിന്റെ സബ്സ്ക്രിപ്ഷനും എല്ലാം ഉൾപ്പെടെയാണ്. ഈ സിനിമ നിർമ്മിക്കാനാണോ 1 ലക്ഷം ചെലവായത്? അതായത് ഞാൻ വിചാരിച്ച, ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയത്, 1 ലക്ഷം എന്ന് പറഞ്ഞപ്പോ തോന്നിയത്, ഒന്ന് മ്യൂസിക്കിന് ഒരു ചെലവ് വരുമല്ലോ, പിന്നെ AI ടൂൾസ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ചെലവ് വരും, അങ്ങനെയാണോ? നമുക്ക് ചെയ്ത് തന്നേക്കുന്ന മനോജ് മഹാദേവൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനും നമ്മളൊരു എമൗണ്ട് കൊടുക്കണം ചെയ്തു തരുന്നതിന്. അപ്പൊ അവരൊക്കെ ഒരു പേ ആവും. പിന്നെ സബ്സ്ക്രിപ്ഷൻ, പിന്നെ മ്യൂസിക് എല്ലാം കൂടെ വരുമ്പോ ഒരു രൂപ അടുത്ത് വന്നു. അതാണ്. അത്രയും നമ്മൾ ഒത്തിരി ഫെസ്റ്റിവലിനും അയച്ചിട്ടുണ്ട്. 4 ഫെസ്റ്റിവലിന് അയച്ചു, 4 സെലക്ഷൻ ആയി. ഒരെണ്ണത്തിന് അവാർഡും കിട്ടി. ബാക്കി ഒരെണ്ണം അവാർഡ് പരിഗണിച്ചില്ല, കണക്ക് അതിനുള്ള കാറ്റഗറി ഇല്ലായിരുന്നു. പക്ഷെ ഒഫീഷ്യൽ സെലക്ഷൻ കിട്ടി. കൊച്ചിയിൽ നടന്നൊരു ഫെസ്റ്റിവൽ. പക്ഷെ അത് കാറ്റഗറി ഇല്ലാത്ത ഒഫീഷ്യൽ സെലക്ഷൻ മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷെ ബാക്കി 2 എണ്ണം ഇനിയിപ്പോൾ വരാൻ കിടക്കുന്നു. പിന്നെ ഒത്തിരി എണ്ണത്തിന് റിസൾട്ട് വരാൻ കിടക്കുന്നു. വെച്ചാൽ ഇനിയിപ്പോ ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെ ഇങ്ങനെ ഫെസ്റ്റിവൽ റണ്ണ് കിടക്കുവാണ്. ഫെസ്റ്റിവൽ റണ്ണല്ല, അടുത്ത മാർച്ച് വരെ എന്റെ ആഗ്രഹം ഫെസ്റ്റിവൽ റണ്ണിന് പോകണം. ഇനി ഒത്തിരി കോമ്പറ്റീഷൻ വരാൻ കിടക്കുന്നു. ഇനി റൺവേ എന്നൊക്കെ പറയുന്ന ടോപ്പ് ഫെസ്റ്റിവൽ ഉണ്ട് എയിലെ, അമേരിക്ക, US-ലാന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ റിപ്ലൈ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട്, അത് ഇറ്റലിയിൽ നടക്കുന്നതാണ്. ഇതൊക്കെ ടോപ്പ് ഫെസ്റ്റിവലാണ്. ആനിമേഷൻ കാറ്റഗറി ഇല്ല, എന്നാലും നമുക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റും. മത്സരിക്കുക എന്നുള്ളതാണ്, പങ്കെടുക്കുക ഒരു രസമാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ നിന്ന് ഒരാൾ പോവാത്ത പക്ഷം ചെന്ന് പെടുക, മത്സരിക്കുക, കിട്ടുക, ട്രൈ ചെയ്യുക, തോറ്റാലും മത്സരിക്കുക എന്നുള്ളൊരു രസം. ഇപ്പോ 2-3 പേരുടെ പേരുകൾ ഇതിനകത്ത് പറഞ്ഞിരുന്നു. ഒന്ന് വിനോദ് ഇല്ലംപള്ളി, അദ്ദേഹം സിനിമാറ്റോഗ്രാഫർ ആണ്. ആദ്യം അദ്ദേഹത്തിന്റെ അടുത്താണോ പറഞ്ഞത്? പിന്നെ ജയരാജ്, അദ്ദേഹത്തിന്റെ സംവിധായകൻ. പിന്നെ സജിൻ ബാബുവിന്റെ അടുത്ത്. ഇവരൊക്കെ ഓക്കെ. അതെ, ആദ്യം വിനോദ് ഇല്ലംപള്ളി സാറും രാഹുലേട്ടൻ എന്ന് പറഞ്ഞ ഡയറക്ടറുണ്ട്, നിഴലാഴം എന്ന് പറഞ്ഞ ഡയറക്ടറൊക്കെ ചെയ്തത്. അപ്പം അദ്ദേഹത്തിനോടൊക്കെ ഫിലിം സൊസൈറ്റി അംഗങ്ങളാണ് ഇവരെല്ലാം. അവരോട് ഞാൻ പറഞ്ഞു, അവര് കുഴപ്പമില്ല, അത് ചെയ്യുമെന്ന് പറഞ്ഞു, നോക്ക്, നല്ല അറിയുള്ളൂ. പിന്നെ പ്രദീപ് സാറുണ്ട്, സെക്രട്ടറിയാണ്, സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങള് ഇവരെല്ലാവരും സപ്പോർട്ട് ഇല്ലാതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവരെ സിഗ്നേച്ചർ ഫിലിം ചെയ്തപ്പോൾ തോറും ജയരാജ് സാർ അധ്യക്ഷനായ ജൂറിയാണത് സിഗ്നേച്ചർ ഫിലിം തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാലും ജയരാജ് സാറും പ്രദീപ് സാറും രാഹുലേട്ട് ഇവരെല്ലാവരും കറക്റ്റ് ചെയ്താണ് സിഗ്നേച്ചർ ഫിലിം എനിക്ക് റെഡിയാക്കി തന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവരുടെ ഗൈഡൻസ് എടുക്കാറുണ്ട്. കാരണം ഒത്തിരി കയ്യടി കിട്ടിയതാണ് എനിക്ക് ആ സിഗ്നേച്ചർ ഫിലിമിന്. ഒത്തിരി ആൾക്കാരുടെ ഷെയ്ക്കാൻഡ് വരുമ്പോഴേ സിഗ്നേച്ചർ ഫിലിമിന്റെ ആളാന്ന് പറയുമ്പോൾ ഒരു ഷെയ്ക്കാൻഡ് കിട്ടുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ കാരണം മറ്റുള്ളവർക്ക് നമ്മൾ അഭിമാനം ഉണ്ടാകുന്ന ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ അത് സുഖമുള്ള പരിപാടിയാണ്. ആ സുഖമുള്ള പരിപാടി എന്നാണ് എയിലേക്ക് കാറ്റഗറി ചെയ്യാൻ. അന്നേ വിനോദ സാറൊക്കെ എന്നോട് പറഞ്ഞു, നീ എയിൽ ഒരെണ്ണം സിനിമ ചെയ്യും, എന്നിട്ട് നീ ചാടിക്കേറി വേറെ ചെയ്യാൻ നോക്കല്ല, അത് ചെയ്യും, അത് എക്സ്പ്ലോർ ചെയ്യാൻ നോക്ക്, എന്നിട്ട് നീ അടുത്ത് ചെയ്യും. അങ്ങനെയാണ് എന്നോട് അവരൊക്കെ പറഞ്ഞത്. അപ്പൊ അവരുടെ ഗൈഡൻസ് ഞാൻ എടുക്കാറുണ്ട്. നമ്മളപ്പോ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ നമ്മൾ ചെയ്യണം. ഈ വർഷത്തെ കോട്ടയം ഫിലിം ഫെസ്റ്റിവലിലാണോ, അത് കഴിഞ്ഞ വർഷമാണോ? അല്ല, ഈ വർഷത്തെ. ഈ ഒരു ആശയം വന്നു, AI ചെയ്യാൻ തീരുമാനിച്ചു. ഇദ്ദേഹത്തിന് നേരത്തെ അറിയോ? AI ചെയ്യുന്ന ആളെ നേരത്തെ അറിയുന്ന ആളാണോ? അല്ലല്ല, ഇല്ല, എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ആനിമേഷന്റെ ആളെ കണ്ടെത്തി. അപ്പൊ അത് ഇച്ചിരി ചീപ്പ് റേറ്റ് ചെയ്യാൻ പറ്റുന്ന ആനിമേഷൻ ആളെ വേറൊരാളെ കണ്ടെത്തി. അങ്ങനെയാണ് മനോജ് റേറ്റ് കുറച്ച് ചെയ്യാവുന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ചെയ്തതാ. അപ്പൊ ആനിമേഷൻ ചെയ്യാൻ അതിനുള്ള പൈസയിലാവുന്നത്. പക്ഷെ ഞാൻ അപ്പൊ അദ്ദേഹത്തിനോട് എന്റെ ഐഡിയ പറഞ്ഞത്, ഇങ്ങനൊരു ഐഡിയ ആണ് കോട്ടയം സിഗ്നേച്ചർ. എന്റെ ഐഡിയ 30 സെക്കൻഡേ ഉള്ളൂ ആ സിഗ്നേച്ചർ ഫിലിം എന്ന് പറയുന്നത്. കാരണം ഒരു സിനിമ കാണിക്കുന്ന, ഏത് സിനിമ കാണിക്കുന്നതിന്റെ ഫ്രണ്ടിൽ കാണിക്കുന്നതാണ് സിഗ്നേച്ചർ ഫിലിം. അപ്പൊ ഐഡിയ ഇഷ്ടപ്പെട്ടു. അപ്പൊ പുള്ളി ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വീഡിയോ ചെയ്ത് തന്നു. നമുക്ക് ചെയ്താലോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്തു. നമുക്ക് വലിയ റേറ്റും ആയില്ല, പക്ഷെ നല്ലൊരു വർക്കും ആയി. അങ്ങനെ വന്നപ്പം ഇന്ത്യയിലെ തന്നെ ആദ്യമത്തെ സിഗ്നേച്ചർ ഫിലിം ചെയ്തതായി.
ഒത്തിരി പേര് അഭിനന്ദനങ്ങൾ തന്നു. IFFK-ന്നും ഒക്കെ അവിടുത്തെ കോട്ടയത്തെ കോർഡിനേറ്റർ ഷായ് സാറൊക്കെ ഉണ്ട്. അവരൊക്കെ ഒത്തിരി അഭിനന്ദനമൊക്കെ ഒത്തിരി എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. കാരണം അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് എനിക്കും ഇതിനെപ്പറ്റി അറിയില്ല. നമുക്ക് അന്നും ഇന്നുമുള്ള വിഷ്വൽസ് ആണ്. ഇതിനൊന്നും നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല, കഥ എഴുതിയിട്ടില്ല. ഞാൻ ഇതിനൊന്നിനും എഴുതിയിട്ടില്ല ഒരു തരി പോലും. പറഞ്ഞു കൊടുക്കുവാണ്, വിഷ്വൽസ് മാത്രമേ ഉള്ളൂ മനസ്സിൽ. ദ ലൈറ്റിന് ഞാൻ പടം വരച്ചിട്ടേ ഉള്ളൂ. അതിന്റെ ഫ്രണ്ടിനെ കൊണ്ട് വരപ്പിച്ച് എന്റെ മനസ്സിലെ വിഷ്വൽസ് അങ്ങനെ ചെയ്തെടുത്ത, അല്ലാതെ ഒന്നിനും എഴുതി വെച്ചുള്ള സീനുകൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ വളരെ കുറച്ച് എഴുതി വെക്കും. പക്ഷെ ബാക്കി വിഷ്വൽസ് ആണ്. കറക്റ്റ് ചെയ്താൽ റെഡിയാകും. ജയരാജ് അദ്ദേഹം ഒരുപാട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിലും അദ്ദേഹത്തിന്റെ സിനിമകൾ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ജനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതുപോലെ ജോഷി മാത്യു അദ്ദേഹം ഉണ്ട് കോട്ടയത്ത്. ഇപ്പൊ ഇങ്ങനെ കുഴപ്പം സജിൻ ബാബുന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഇവര് ഈ ഒരു ആശയം പറഞ്ഞപ്പോ ഓഫ്കോഴ്സ് വർക്ക് ചെയ്യാൻ പറഞ്ഞു. അതിന്റെ അപ്പുറത്തേക്ക് ഇതിന് കിട്ടിയ ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അവരുടെ അടുത്ത് നിന്നുള്ള സപ്പോർട്ടും എൻകറേജ്മെന്റ് എങ്ങനെയായിരുന്നു? ഞാൻ ജോഷി മാത്യു സാറിനെ പറ്റി പറയാൻ മറന്നുപോയി. ജോഷി മാത്യു സാറാണ് ആദ്യം തന്നെ കണ്ടപ്പോൾ സിഗ്നേച്ചർ ഫിലിമിന്റെ ആളാന്ന് പറഞ്ഞപ്പോഴേ വന്ന് എനിക്ക് ക്ഷയിക്കാൻ വന്ന് വളരെ കൺസെഷൻ കൊടുക്കുകയും നമുക്ക് ഇനിയും ചെയ്യണം, ഞാൻ എല്ലാം ചെയ്യണം. ഞാൻ എന്നിട്ട് സാറിന് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട്. സാറ് പറഞ്ഞു ഇനി എന്തെങ്കിലും എയുടെ വർക്കുകൾ ഇതുണ്ടെങ്കിൽ പറയാവുന്നവർ എന്നോട് പറഞ്ഞു. പിന്നെ ക്രിട്ടിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, സാറിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ സാറിന് ഒത്തിരി അതുപോലെ സജിത് ബാബു സാറിന്റെ തിയേറ്റർ എന്ന് പറയുന്ന ഫിലിം കോട്ടയം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സ്ക്രീനിങ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുന്നതാണ്. എനിക്ക് റിപ്ലൈ ചെയ്യും. അതേ ഒരു ജനകീയ മനുഷ്യനാണ്. എല്ലാ കാര്യവും നമ്മൾ റിപ്ലൈ ചെയ്യും. സാധാരണ ഒരാൾക്ക് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ പോലും തരത്തില്ല. അദ്ദേഹം എല്ലാത്തിനും റിപ്ലൈ ചെയ്യും. അങ്ങനെയൊക്കെ വരും. അദ്ദേഹത്തെ പോലെ സംസാരിക്കാനും ഇപ്പൊ ബാംഗ്ലൂരുണ്ട്, കാണാമെന്നൊക്കെ പറയുന്നു. ഇവിടെ ഉണ്ട്, യാത്രയിലാണ്. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ എന്റെ സിഗ്നേച്ചർ ഫിലിം അദ്ദേഹം കണ്ടു അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സിഗ്നേച്ചർ ഫിലിം ചെയ്ത ആളായിരുന്നു അന്ന്. അത് നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഞാൻ ഏറ്റവും ടോപ്പിൽ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ആർക്കും അറിയാം, ഞാൻ മാർട്ടിൻ സ്കോർസിയുടെ അതിനകത്ത് കയറിയിട്ട് അവർക്ക് മെയിൽ അയച്ച ആളാണ് ഞാൻ. അത് ആൾക്കാർക്ക് ചിരി വന്നത്. അതാണ് ഫ്രാൻസിലെ ഫേമസ് ഫിലിം ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ സജിത് ബാബു സാറിന്. അപ്പൊ അതിന്റെ മാറ്റർ സെയിം. ഓക്കെ, ഞാൻ നമ്മളെ ഏറ്റവും ടോപ്പ് ആഗ്രഹിക്കുക എന്നുള്ളതാണ് ഞാൻ. ഇപ്പൊ ആൾക്കാരപ്പോ എന്റെ നീ എന്നാണ് അവർക്കൊക്കെ അയക്കുന്നത്. അപ്പൊ അവർക്ക് ഞാൻ എന്റെ സുഹൃത്തുക്കളുള്ള അമേരിക്കയുള്ള സുഹൃത്തുക്കളുടെ അവിടുത്തെ ഓഫീസിലെ മാർട്ടിൻ സ്കോർസിയുടെ ഓഫീസിലെ കോള് വിളിക്കുകയാണെങ്കിലും പറ്റുമോ നോക്കി നോക്കി. അത്രയ്ക്ക് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ സജിൻ ബാബു സാറിനെ ഇതൊന്ന് കണ്ടു നോക്കാമെന്ന് ചോദിച്ചു. കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സാറിന്റെ പേരൊന്ന് വെക്കുവാണെങ്കിൽ എനിക്ക് സിനിമയ്ക്ക് ഒരു ഗുണം ചെയ്യും. കാരണം നാഷണൽ അവാർഡ് വിന്നിംഗ് ഡയറക്ടറാണ്. അത് നമുക്ക് എത്ര ഏതായാലും നമ്മുടെ പടത്തിനൊരു ജൂറി കാണുമ്പോഴും ഒക്കെ ഒരു ശ്രദ്ധിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പേര് വെച്ചാൽ അദ്ദേഹത്തിന്റെ പേര് വെച്ചു. ഇപ്പൊ ഇവിടെ ഭയങ്കര അതുകൊണ്ട് ഗുണമേ കിട്ടിയിട്ടുള്ളൂ, സന്തോഷമേ ഉള്ളൂ അദ്ദേഹത്തിനെ കൊണ്ട്. അദ്ദേഹം നമുക്ക് ചെയ്ത് തന്ന നല്ലൊരു മനുഷ്യനാണ്, ജനകീയ മനുഷ്യനാണ്. ആൾക്കാരുടെ സംബന്ധിക്കാൻ പറ്റുന്ന സന്തോഷമുണ്ട് എനിക്ക്. സച്ചു ബാംഗ്ലൂരാണോ വർക്ക് ചെയ്യണത്? അതെ, ഞാൻ ബാംഗ്ലൂര് SBI ബാങ്കില്. ഇപ്പോ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പൊ ഐഡിയ എല്ലാവർക്കും ഉണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്യുക, അതിന്റെ ഒരു പരിപൂർണ രീതിയിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണാവുന്ന രീതിയിലേക്ക് അതിന്റെ ഔട്ട്കം എത്തിക്കുക. ഇപ്പൊ നമ്മുടെ മനസ്സിൽ ആശയം ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ആയി. അപ്പൊ ഇതിന് സോഫാർ ലൈക്ക് കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഷോർട്ട് ഫിലിംസോ അല്ലെങ്കിൽ ആനിമേഷനോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യണം. അതായത് ലൈവ് ആക്ഷൻ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ആനിമേഷൻ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റോപ്പ് മോഷൻ ഡിപ്പെൻഡ് ചെയ്യണം. അങ്ങനെയൊക്കെ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോ എയുടെ സഹായത്തോടുകൂടി നമ്മുടെ ഒരു ആശയം എത്ര ഭംഗിയായിട്ടും ഇതുപോലെ മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത് വേറൊരു ഓഫ്കോഴ്സ് AI വേറൊരു കാറ്റഗറിയാണ്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ മറ്റൊരാളുടെ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഫിലിം മേക്കറിന്റെയോ ഒരു ഫിലിം സ്കൂളിന്റെയോ സഹായം ഇല്ലാണ്ട് നമുക്ക് അതായത് അങ്ങനെ ഒരു ആശയമുള്ള ഒരാൾക്ക് സിനിമ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടല്ലോ ഇപ്പോ. അപ്പൊ സിനിമയുടെ ഒരു ഭാവി അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇപ്പൊ വന്നോണ്ടൊരു ഗുണം എന്ന് വെച്ചാൽ ഈസി വോക്ക് ഓവർ കിട്ടും. അവന്റെ വിഷ്വൽസ് പറയാൻ, അവന്റെ ഐഡിയയുടെ വിഷ്വൽസ് പറയാൻ ഒത്തിരി ഈസി വോക്ക് ഓവർ ആവും. കാരണം വെച്ചാൽ അത് ഒത്തിരി ഗുണം ചെയ്യും. അത് ശരിയാണ്, വളരെ കറക്റ്റ് ആണ്. കാരണം സിനിമയ്ക്ക് കോമ്പറ്റ് ചെയ്യാൻ പാടാണ്. കാരണം ഫിലിം ഇപ്പൊ ആനിമേഷൻ വന്നിട്ട് പോലും അതങ്ങനെ ഫിലിമിനെ കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് വേറെ ഒരു വിഭാഗം തന്നെ എന്നും നിലനിൽക്കും. പക്ഷെ ആൾക്കാർക്ക് ഈസി വോക്ക് ഓവർ ഭയങ്കരമായിട്ട് കൂടി വന്നുകൊണ്ട് അവന്റെ ഐഡിയാസ് എത്ര പെട്ടെന്ന് വേണമെങ്കിലും പറയാം. ഇപ്പൊ പെട്ടെന്ന് തന്നെ ചെയ്യാൻ അറിയാവുന്നവർക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒത്തിരി നല്ല ഭയങ്കര രസമായിട്ട് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഒത്തിരി നല്ല വീഡിയോസ് ബേസിൽ ജോസഫ് സാറിന്റെ ഒക്കെ ഒരു ഫേസ് ആക്കി വെച്ചേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഭയങ്കര നല്ല രസമായിട്ട് ചെയ്തേക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഒത്തിരി ടെക്നോളജി കൊള്ളാം. ടെക്നോളജി എത്ര ശ്രമിച്ചാലും കോമ്പറ്റ് ചെയ്താൽ
റിയലിസ്റ്റിക് അവര് പറ്റത്തില്ല എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ അവന് വിഷ്വൽസ് പറയാം, എത്രയും പെട്ടെന്ന് തന്നെ വിഷ്വൽസ് പറയാം, ആശയം എത്ര പെട്ടെന്ന് അവതരിപ്പിക്കുകയും ചെയ്യും. ഇനി ചെയ്യാൻ മനസ്സിലുള്ളത് AI സപ്പോർട്ടോടുകൂടി ചെയ്യാനുള്ളതാണോ അതോ ലൈവ് ആക്ഷൻ ഫിലിമാണോ? ഇല്ല, ഇനി ഒരു സിനിമ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. സിനിമയാണ് അന്ന് ഇന്നും ആഗ്രഹം. 13 വർഷം മുമ്പ് ഒരു ഷോർട്ട് ഫിലിം അസിസ്റ്റന്റ് ഡയറക്ടർ ആയതാണ്. അത് കഴിഞ്ഞ് 25 ഡോക്യുമെന്ററി ചെയ്തു. 26 സിഗ്നേച്ചർ ഫിലിം ഇറങ്ങിയ ചെയ്യേണ്ട വന്നു. 27, 26 തന്നെ ഇത് ചെയ്തു. ഇനിയിപ്പോ 27 ഒരു സിനിമ ചെയ്യണമെന്ന് തന്നെയാണ് സ്വപ്നം. വലിയ സിനിമയും അങ്ങനെ ഒന്നും അല്ല, പക്ഷെ ഒരു ആരും ചെയ്യാത്തൊരു വർക്ക്, ഇതുപോലെ തന്നെ എന്തെങ്കിലും സംതിങ് ന്യൂ, ആരും ചെയ്യാത്തൊരു യുണീക്ക് ആയിട്ടും അതിനകത്തൊരു പുതുമയായിരിക്കണം. എന്തെങ്കിലും പുതിയത് പറയാൻ കാണണം. പുതിയത് പറയാൻ കാരണമൊന്നുമില്ല, ആരെയും പറഞ്ഞ് പഠിപ്പിക്കുക അങ്ങനൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും പുതിയത് സംഭവം ചെയ്യണം, ആരും കാണാൻ. ചിലപ്പോൾ ഈ കണക്ട് അതിനകത്ത് കൊല്ലം കാണുമെന്ന് പറയാൻ പറ്റത്തില്ല. ആരും ചെയ്യാത്ത കഥകളാണ് മനസ്സിൽ വരുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനെങ്ങനെയാണെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ അത് എങ്ങനെ വിജയിക്കൂ ഒന്നും അറിയില്ല. പക്ഷെ ചെയ്യാത്തൊരു വർക്ക് ചെയ്യണമെന്ന് തന്നെ ആഗ്രഹം. എല്ലാവരും ചെയ്യുന്ന ഒരു വർക്ക് ചെയ്ത് അതിലൂടെ ആ രീതിയിൽ അങ്ങ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിന് ഓഡിയൻസ് കുറവാണ്, അതൊന്നും അറിയില്ല. പക്ഷെ എന്തോ യുണീക്ക് ആയിട്ട് അത് മാത്രമേ മനസ്സിലുള്ളൂ, അത് ഞാൻ ചെയ്യണമെന്നേ ഉള്ളൂ. ഇപ്പോ സ്കോർസെസയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഒരുപാട് വേൾഡ് സിനിമകൾ കാണുന്നുണ്ടാവും. അതേസമയം ഇനി മനസ്സിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സിനിമകളുടെ കാര്യവും ഇപ്പൊ പറഞ്ഞു. അതായത് സിനിമകൾ ചെയ്യണം. ഇത് അതിപ്പോ വലിയ പോപ്പുലർ അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റിനോ അങ്ങനെയൊന്നും ആശയമില്ല എന്നുള്ളതും അങ്ങനെയല്ല. അങ്ങനത്തെ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എങ്ങനെ, അതായത് സിനിമ ഇപ്പൊ ഫിലിം ഫെസ്റ്റിവൽസ് ഫോളോ ചെയ്യുന്ന ആളാണ്. ഏത് തരത്തിലുള്ള സിനിമകളാണ് സ്വാധീനിച്ചിട്ടുള്ളത്, ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? മാർട്ടിൻ സ്കോർസിയുടെ സിനിമകൾ തന്നെയാണ് എന്നെ സ്വാധീനിച്ചേക്കുന്നത് ഏറ്റവും കൂടുതൽ. ടാക്സി ഡ്രൈവർ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. അത് എല്ലാ സിനിമകളും ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ടാക്സി ഡ്രൈവർ, അദ്ദേഹത്തിന്റെ ഫ്രെയിമുകൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് ഫ്രെയിം വെക്കുന്നത്. എവിടെയെങ്കിലും വെച്ചങ്ങ് എടുക്കും, പക്ഷെ ഭയങ്കര രസമാണ് തോന്നുന്നത്. സിനിമയുടെ എൻ്റയർലി ഒരു മാത്തമാറ്റിക്സ് മാറ്റിയെടുക്കുന്ന ആളായിട്ട് എനിക്ക് തോന്നുന്നു മാർട്ടിൻ സ്കോർസി. ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ വെച്ചാലേ ഇഷ്ടമുള്ളൂ, അങ്ങനെ പുള്ളി വെക്കത്തില്ല, പുള്ളി വേറെ എവിടെയെങ്കിലും വെക്കും. അത് രസമാണ്. അതുപോലെ എനിക്ക് ടൊറാന്റിനോയുടെ സ്ക്രിപ്റ്റ്, പൾപ്പ് ഫിക്ഷന്റെ സ്ക്രിപ്റ്റ് ഇഷ്ടമായി. എനിക്ക് ഇതുപോലെ ഇഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് അത് കഴിഞ്ഞിട്ടും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോഴും ആൾക്കാർ നമ്മളെ വട്ടുപിടിപ്പിക്കുന്ന അങ്ങനത്തെ കുറെ സ്ക്രിപ്റ്റുകള്. സ്കോർസിയുടെ ഫ്രെയിമുകൾ ഭയങ്കര അത്ഭുതമാണ്. അതായത് ചെയ്യുന്നത് എപ്പോഴും, എന്നാൽ എല്ലാം അങ്ങനെയാണോന്നില്ല, പക്ഷെ എന്നാൽ എല്ലാ പടത്തിലും അദ്ദേഹത്തിന്റെ യുണീക്ക് ഫ്രെയിമുകളുണ്ട്. അത് എങ്ങനെയാണ് ഇത്രയും ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകും. വ്യത്യസ്തമായ രീതിയിലാണ് ഫ്രെയിമുകൾ വെക്കുന്നത്. പല പേരും, ഒത്തിരി പേര് ഇപ്പൊ ഡികാപ്രിയോയുടെ ഫിലിമുകളെല്ലാം കൂടി ചെയ്യുന്ന എല്ലാം കൊള്ളാം, എല്ലാം ഒരു രസമാണ് ചെയ്തേക്കുന്നത്. അങ്ങനെയുള്ള വ്യത്യസ്തമായ സിനിമകൾ കാണുന്ന ആളാണ് ഞാൻ. എനിക്ക് അങ്ങനെയുള്ള വ്യത്യസ്ത സിനിമകൾ ഇഷ്ടമാണ്. അങ്ങനെ ചെയ്യാത്ത ഫ്രെയിമുകൾ, ഒരിക്കലും വെക്കാത്ത ഫ്രെയിമുകൾ വെച്ച് ചെയ്യുന്നത് എനിക്കിഷ്ടമായി. ലൈറ്റും പ്രാധാന്യം കൂടുതൽ വെക്കുന്ന സിനിമകള്, ലൈറ്റ്, യെല്ലോ ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റ്സ്, അതിന്റെ എല്ലാം എങ്ങനെ മെറ്റീരിയലിനെ യൂസ് ചെയ്യാമെന്നുള്ളത് നമുക്ക് ഇങ്ങനെയുള്ള സിനിമകളിൽ നമ്മൾ പഠിക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ത്യൻ ഫിലിം ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. അദ്ദേഹത്തിന്റെ പടങ്ങളും അത്ഭുതമാണ്, അദ്ദേഹത്തിന്റെ ഫ്രെയിമുകളും അത്ഭുതമാണ്. ആരും വെക്കാത്ത ശൈലി ചെയ്യും. ആരെയും തൃപ്തിപ്പെടുത്താൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം പറയുന്നത്. അതിനെയാണ് എനിക്കിഷ്ടം. ആരെയും തൃപ്തിപ്പെടുത്താൻ താല്പര്യമില്ല, എന്തെങ്കിലുമൊക്കെ പുതിയത് ചെയ്യണം. ഇപ്പൊ ഒരുപാട് പേർക്ക് ആശയങ്ങളുണ്ട്. പല നല്ല എക്സൈറ്റിംഗ് റീൽസ് നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ AI ചെയ്തിട്ടുള്ള കുറെ വർക്കുകൾ നമ്മൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിലും റീൽസ് ആയിട്ടും ഷോർട്സ് ആയിട്ടും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഈ ദി ലൈറ്റ് വ്യത്യസ്തമാവുന്നത് എങ്ങനെയാണ്? അതായത് വാട്ട് ക്വാളിഫൈസ് ഇറ്റ് ടു ഗോ ടു ഫെസ്റ്റിവൽസ്? അതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്ന സ്ട്രീറ്റ് ലൈറ്റിന് ഒരു പ്രാധാന്യമുണ്ട്. പറയും ലൈറ്റിനകത്തോടെ ഒരു കാര്യം കൺവേ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ എല്ലായിടത്തും നടക്കുന്ന ലോൺലിനെസ് ഉണ്ടല്ലോ, അത് ഇതിനകത്തോടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ലോകം മുഴുവൻ നടക്കുന്ന ഒരു കഥയാണ്. എവിടെയും നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ആ ലോൺലിനെസ് ആണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പം അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇറക്കുക എന്നുള്ളത്, അതാണ്. അതിനകത്ത് പിന്നെ ഡയലോഗും ഇല്ലല്ലോ. അപ്പം ലൈറ്റ് ബിറ്റ്വീൻ ദ വിങ്സ്, ലൈറ്റ് അതിനകത്ത് വലിയ പ്രാധാന്യമാണ്. ബിറ്റ്വീൻ ദ വിങ്സ് എന്നങ്ങനെ ചേർത്തതാണ്. അങ്ങനെ ഒരു അത് കാണുമ്പോൾ പിടികിട്ടും. അതിനകത്തൊരു റിലീസ് ആകുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നു ഞാൻ. കാരണം പിന്നെ റിപ്പീറ്റ് കണ്ടാലും ചിലപ്പോൾ പെട്ടെന്ന് കണ്ടിറങ്ങി പോകത്തില്ലായിരിക്കും. പിന്നെ ഒരു റീവാച്ച് ചെയ്യാൻ അതിനകത്തൊരു കാര്യമുണ്ട്, ഹിഡനായിട്ടൊരു സുഖമുണ്ട്. ഒരു ഉപദേശം എന്നുള്ള നിലയ്ക്കല്ല, ഒരു സജഷനോ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷനോ ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? നമ്മള് ഹൃദയം കൊണ്ട് സ്നേഹിക്കുക എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. ഹൃദയം കൊണ്ട് സ്നേഹിക്കുക, അപ്പൊ എല്ലാം നടക്കും. പക്ഷെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പോയല്
ജീവിതം കോഞ്ഞാട്ടിയാവും. നമ്മൾ പറയുന്ന നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുക. കാരണം മറ്റുള്ളവർ അവന്റെ ആശയങ്ങൾ നമ്മളോട് പറയുമ്പോൾ അവന്റെ ഈ ആഗ്രഹങ്ങളും ചിലപ്പോൾ അവന് പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും പറയുന്നത്. അത് വേണ്ട, നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തിരിക്കണം. അത് ജീവിതം ഒന്നേ ഉള്ളൂ. എന്തേലുമൊക്കെ ഇവിടെ കാണണം, എഴുതി വെക്കണം ഇവിടെ എന്തേലും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ആ സ്ഥാനം നമ്മുടെ സ്വപ്നങ്ങൾ എത്ര കഴിഞ്ഞിട്ട് പിന്നെ പറ്റിയില്ല എന്ന് പറഞ്ഞ് പറ്റില്ല, നമ്മൾ ചെയ്യുക. പരാജയപ്പെടുമായിരിക്കും. നോക്കാം, ഞാൻ എത്ര 13 വർഷം വെയിറ്റ് ചെയ്തു. അതിന്റെ ഇടയ്ക്ക് ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായി. ആരും ഇല്ലായിരുന്നു, ഒത്തിരി പ്രതിസന്ധി ഉണ്ടായി. പരിഹാസമൊക്കെ അനുഭവിച്ച് തന്നെ വളർന്നു വന്നതന്നെ. അവരുടെ ഒന്നുമില്ലായ്മയെന്ന് തന്നെ നേടിയെടുത്ത് ആരും കാണത്തൊന്നുമില്ല. ഒരു കാര്യം വരുമ്പോൾ ആരും കാണത്തൊന്നുമില്ല. പക്ഷെ എനിക്ക് ഒരു ഇത് വന്നപ്പം സക്സീഡ് ആയപ്പോ എല്ലാവരും എന്നോട് സഹായിക്കാനൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. ബന്ധുക്കാരും സുഹൃത്തുക്കളും എല്ലാം ഉണ്ടായിരുന്നു. എന്റെ സിനിമ സഹായത്തിനൊക്കെ ഉണ്ട്. പക്ഷെ ആൾക്കാരോട് പറയാൻ അവനവന്റെ ഇഷ്ടത്തിന് ജീവിക്കുക, അവന് മനസ്സിൽ തോന്നുന്ന സ്നേഹിക്കുക, ഹൃദയം കൊണ്ട് സ്നേഹിക്കുക, നടക്കും. ഇത് ലൈറ്റിന്റെ കാര്യത്തില് ഇതിനൊരു മ്യൂസിക് മനസ്സിലുണ്ടായിരുന്നു ഇത് കൺസീവ് ചെയ്യുന്ന സമയത്ത്, അതോ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഓക്കെ നൗ ഇറ്റ്സ് ടൈം ടു ആഡ് മ്യൂസിക് അങ്ങനെയായിരുന്നു അത് വന്നത്? അല്ലല്ല, ആദ്യമേ എന്റെ മനസ്സിലൊരു മ്യൂസിക് ഉണ്ടായിരുന്നു. വയലിൻ മ്യൂസിക് വേണമെന്ന് എനിക്ക് മസ്റ്റ്, വയലിൻ മ്യൂസിക് വേണമെന്നുള്ള മസ്റ്റ് ഇതായിരുന്നു. അങ്ങനെ ആ മ്യൂസിക് എടുത്തതാണ്. ഞാൻ തന്നെ മനസ്സിലെടുത്ത ഒരു വ്യൂസ് ആണ്. അത് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതൊരു ഫീലിംഗ്, ഒരു വേണമെന്നൊരു ഫീലിങ്സ് വരുന്ന ഒരു മ്യൂസിക് വേണം നിർബന്ധം ഉണ്ടായിരുന്നു. അത് തന്നെ അതിനുവേണ്ടി കണക്ട് ചെയ്തെടുത്ത് തപ്പിയെടുത്താണ് നമ്മൾ. ഇനി അടുത്ത സിനിമയുടെ ത്രെഡ്, അതായത് ഇപ്പൊ ഉള്ളത് അത് ഏത് രീതിയിൽ, അത് ഇപ്പൊ എഴുതി വെക്കുന്ന ഒരു ശീലമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു ഷോർട്ട് ഫിലിം ആയതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ മാനേജ്. ഒരുവിധം വിഷ്വൽസും മനസ്സിനകത്ത് ഉണ്ടാവും. പക്ഷെ ഒരു ഫീച്ചർ ഫിലിം ലെങ്ത്തിലേക്ക് നമുക്ക് എഴുതി വെക്കാതെയോ അല്ലെങ്കിൽ ഫുൾ, ഓഫ് കോഴ്സ് നമുക്ക് ആ ഫ്രെയിം ടു ഫ്രെയിം നമ്മുടെ മനസ്സിലുണ്ടാവാം. എന്നാലും അതിന്റെ ഒരു രീതി എങ്ങനെയാ, അതിന്റെ ഒരു സീഡ് ഉണ്ടാവുന്നത്, അത് കൺസീവ് ചെയ്ത് അതിന് ബിൽഡ് ചെയ്ത് ഒരു സിനിമയുടെ ലെങ്ത്തിലേക്ക് ആക്കുന്ന ഒരു ആശയം, അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാ? അല്ല, ഞാന് സിനിമയുടെ ഇതില് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വർക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കരമായിട്ട് എഴുതി വെക്കുക അങ്ങനെയല്ല, സ്ലൈഡിൽ എഴുതി എന്റെ മനസ്സിലുള്ള വിഷ്വൽസ് ഞാൻ എയിലോ പടം വരച്ചോ സ്ലൈഡ് ചെയ്ത് വെച്ചേക്കാണ്. ഒരാളെ കാണുമ്പോൾ അവന് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ എടുത്ത് റെഡിയാക്കി വെച്ചേക്കാണ്. കൂടുതലും വിഷ്വലിലാണ് വരച്ചു വെച്ചേക്കുന്നതല്ല. ഒരു റൂം ഞാൻ ഒരു സിനിമ ഒരു റൂം ഉണ്ടെങ്കിൽ ആ റൂമിനകത്ത് എന്തൊക്കെ വേണമെന്ന് പോലും ഞാൻ വരച്ച് വെച്ചേക്കുകയാണ്. ചിലപ്പോൾ ജനറേറ്റ് ചെയ്തായിരിക്കും, പക്ഷെ പ്രോപ്പർലി അത് അങ്ങനെ ചെയ്തേക്കുന്നത്, അങ്ങനെ വെച്ചേക്കുന്നത്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എഴുതുന്ന പ്രോപ്പർ സ്ക്രിപ്റ്റിന്റെ മാത്തമാറ്റിക്സ് രീതിയിലൊന്നും അല്ല എഴുതിയേക്കുന്നത്. എന്റെ മനസ്സിൽ ആ വിഷ്വൽസ് രീതിയുണ്ട്. ഇന്ന സമയം ഇത്ര മിനിറ്റ് ഇത് വേണം എന്നുള്ള അങ്ങനത്തെ ഒരു കഥ എഴുതിയിട്ടുണ്ട്. അത് ഇച്ചിരി നല്ലൊരു ഐക്കോണിക്കാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു ശരി ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹമുണ്ട്. അങ്ങനെ കുറച്ച് ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിൽ ഒത്തിരി സുഹൃത്തുക്കള് ഞങ്ങൾ ഒരുമിച്ച് നിന്നതാണ്. അപ്പൊ ആ സൗഹൃദങ്ങളെ അങ്ങനെ ഒരു സിനിമ ചെയ്യണം എന്നുള്ള പുതിയൊരു പരീക്ഷണ സിനിമ തന്നെയാണ് സ്വപ്നം. ഫെസ്റ്റിവൽ ഓറിയന്റഡ് തന്നെ പോകണമെന്ന് തന്നെ ആഗ്രഹമുണ്ട്. വെരി ഗുഡ്. അപ്പൊ എല്ലാ ആശംസകളും. സിനിമ വരട്ടെ, കൂടുതൽ ഫെസ്റ്റിവൽസിൽ ലൈറ്റ് പോകട്ടെ, ഒരുപാട് അവാർഡുകളും കൂടുതൽ പ്രോത്സാഹനങ്ങളും ഉണ്ടാവട്ടെ, കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവട്ടെ സംവിധാനം ചെയ്യാനും. എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു. താങ്ക്സ്. And join us now. Be